ഇമോഷൻസ് എന്നത് വികാരങ്ങളല്ല, അവ യഥാർത്ഥത്തിൽ ഡാറ്റയാണ്. എന്താണ് പ്രാധാന്യം അർഹിക്കുന്നത്, നമുക്ക് എന്തു വേണം, നമ്മൾ എന്തിനെ ഭയപ്പെടുന്നു, നമ്മൾ എന്തെല്ലാം പരിഗണിക്കുന്നു എന്നിവയ്ക്കെല്ലാം സൂചന തരുന്നു. പഠനങ്ങൾ കാണിക്കുന്നത് നമ്മൾ നമ്മുടെ ഇമോഷൻസിനെ പേരെടുത്തു പറയുമ്പോൾ നമ്മൾ നമ്മുടെ തലച്ചോറിന്റെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന ഭാഗം ആക്ടിവേറ്റ് ചെയ്യുകയും ഭയവും അപകടസൂചനയും നൽകുന്ന തലച്ചോറിലെ അമിഗ്ഡാല എന്ന ഭാഗത്തിന്റെ പ്രവർത്തനം കുറയ്ക്കുകയും ചെയ്യുന്നുവെന്നാണ്. അങ്ങനെ വികാരങ്ങളെ പേരെടുത്തു പറയുന്നതിലൂടെ നമ്മൾ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ കാം ഡൗൺ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, നെയിം ഇറ്റ് ടു ടേം ഇറ്റ്. നിലനിൽക്കുന്ന വൈകാരിക ഹീലിംഗിന് അവയർനെസ് വളരെ പ്രധാനമാണ്. മിക്കവാറും ആളുകൾ തങ്ങളുടെ ആന്തരിക ലോകത്തോട് ഡിസ്കണക്റ്റഡ് ആയാണ് ജീവിക്കുന്നത്. ഞാൻ സ്ട്രെസ്ഡ് ആണ്, എനിക്ക് ടെൻഷൻ തോന്നുന്നു എന്നെല്ലാം ആളുകൾ പറയുമ്പോഴും യഥാർത്ഥത്തിൽ അകമേ എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് വ്യക്തത കിട്ടുവാൻ ആളുകൾ ശ്രമിക്കുന്നില്ല. വികാരത്തിന്റെ ആഴത്തെ കൃത്യമായി മനസ്സിലാക്കുവാൻ ഈ വാക്കുകൾ സഹായിക്കുന്നില്ല. ഇതിനായി സഹായിക്കുന്ന ഒരു പവർഫുൾ ടൂളാണ് ഫീലിംഗ് വീൽ. ഇത് ആളുകളെ തങ്ങളുടെ ഇമോഷൻസിനെ കൃത്യമായി തിരിച്ചറിയാനും മനസ്സിലാക്കാനും പ്രകടിപ്പിക്കുവാനും സഹായിക്കുന്നു. അത് ഒറിജിനലി ക്രിയേറ്റ് ചെയ്തത് ഡോക്ടർ ഗ്ലോറിയ വിൽകോക്സ് ആണ്. പിന്നീട് അത് മറ്റു പലരും വികസിപ്പിച്ചിട്ടുണ്ട്. അത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ലഭിക്കുന്നതാണ്. ഫീലിംഗ്സ് വീലിന് 3 ലെയേഴ്സ് ആണ് സാധാരണയുള്ളത്. സെന്ററിലുള്ള നടുവിലുള്ള ലെയറിൽ കോർ ഇമോഷൻസ് ആണുള്ളത്. ഉദാഹരണമായി ഹാപ്പി, സാഡ്, ആംഗ്രി, ഫിയർഫുൾ, പവർഫുൾ എന്നിങ്ങനെ. മധ്യത്തിലുള്ള മിഡിൽ ലെയറിൽ കൂടുതൽ സ്പെസിഫിക് ആയ ഫീലിംഗ്സ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവ നടുവിൽ നൽകിയിട്ടുള്ള കോർ ഇമോഷൻസിന് കൂടുതൽ വ്യക്തത നൽകുന്നു. ഉദാഹരണമായി സാഡ് എന്ന വികാരത്തിന് ലോൺലി, ഡിസപ്പോയിന്റഡ്, ഗിൽറ്റി എന്നെല്ലാം മധ്യത്തിലുള്ള മിഡിൽ ലെയറിൽ നൽകുന്നു. ഔട്ടർ ലെയർ, പുറമെയുള്ള ലെയറിൽ കൂടുതൽ സൂക്ഷ്മമായി വികാരങ്ങളെ നൽകിയിരിക്കുന്നു. ഉദാഹരണമായി ഡിസപ്പോയിന്റഡ് എന്ന വികാരത്തിന് ലെറ്റ് ഡൗൺ, ബിട്രേഡ് എന്നിങ്ങനെ. സൗകര്യപ്രദമായി തോന്നുന്ന ഏതൊരു ഫീലിംഗ് വീലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിന്റെ ലക്ഷ്യം നമ്മുടെ ഇമോഷൻസിനെ തിരിച്ചറിയുക, മനസ്സിലാക്കുക എന്നതാണ്. ഒരു പ്രത്യേക ഇമോഷൻ തോന്നുമ്പോൾ ഫീലിംഗ് വീൽ ഉപയോഗിച്ച് അതിന് കൃത്യമായ ഒരു വാക്ക് കണ്ടെത്താൻ ശ്രമിക്കാം. ഇതിനായി ദിവസവും അല്പസമയമെടുത്ത് ഫീലിംഗ്സ് വീലിൽ നിന്നും നമുക്ക് അനുഭവപ്പെടുന്ന കൃത്യമായ ഇമോഷൻസ് കണ്ടെത്താൻ ശ്രമിക്കാം. നമ്മൾ പലപ്പോഴും നമ്മുടെ ചിന്തകളെയാണ് പ്രോസസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അതിന്റെ പിന്നിലുള്ള വികാരത്തെ പ്രോസസ്സ് ചെയ്യേണ്ടതാണ് ആവശ്യം. ഞാനൊരു പരാജയമാണ് എന്ന് പറയുന്നൊരു വ്യക്തി യഥാർത്ഥത്തിൽ പ്രതിഫലിപ്പിക്കുന്ന വികാരം ലജ്ജ അല്ലെങ്കിൽ ഭയമാകാം. ഒരിക്കൽ വികാരത്തെ തിരിച്ചറിഞ്ഞാൽ അത് ശരീരത്തിൽ എവിടെ അനുഭവപ്പെടുന്നുവെന്ന് തിരിച്ചറിയാം. ഉദാഹരണമായി ഉത്കണ്ഠ അനുഭവപ്പെടുമ്പോൾ പല ആളുകൾക്കും നെഞ്ചിൽ ഒരു ടൈറ്റ്നസ് അനുഭവപ്പെടുന്നു. ഭയം തോന്നുമ്പോൾ അത് വയറ്റിലൊരു പിടുത്തം പോലെ അനുഭവപ്പെടാം. ഇവ വെറുതെ നിരീക്ഷിക്കുന്നത് ഹീലിംഗിന് ആരംഭം കുറിക്കുന്നു. EFT ടാപ്പിംഗ് നമ്മുടെ അൺഹീൽഡായ ഇമോഷൻസിനെ പൂർണ്ണമായും ഹീൽ ചെയ്യുവാൻ, പ്രോസസ് ചെയ്യുവാൻ സഹായിക്കുന്നു. EFT മികച്ച രീതിയിൽ വർക്ക് ചെയ്യുന്നത് നമ്മൾ തിരിച്ചറിഞ്ഞ നമ്മുടെ ചിന്തകളുടെ അടിയിലുള്ള ഇമോഷൻസ് ഉപയോഗിച്ച് നമ്മൾ ടാപ്പ് ചെയ്യുമ്പോഴാണ്. നമ്മുടെ നെഗറ്റീവ് ചിന്തകളെ ടാപ്പ് ചെയ്യുമ്പോഴല്ല. ഞാൻ അത്ര കഴിവുള്ള വ്യക്തിയല്ല എന്ന ചിന്തയുടെ പിന്നിൽ സങ്കടമോ ലജ്ജയോ ആകാം. മറ്റൊരു കാര്യം, നമുക്ക് അനുഭവപ്പെടുന്ന പല വികാരങ്ങളും സ്വയം ക്രിട്ടിസൈസ് ചെയ്യാൻ, കുറ്റബോധമുണ്ടാകാൻ കാരണമായേക്കാം. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വികാരങ്ങൾ, ഇമോഷൻസ് ലോജിക്കലായി നമുക്ക് അനുഭവപ്പെടണമെന്നില്ല എന്നതാണ്. അതൊരു പ്രത്യേക റൂളൊന്നും ഫോളോ ചെയ്തല്ല നമുക്ക് അനുഭവപ്പെടുന്നത്. നമ്മുടെ ഉത്തരവാദിത്തം ഈ വികാരങ്ങളെ കുറ്റപ്പെടുത്താതെ സ്വയം സഹാനുഭൂതിയോടെ കാണുക എന്നതാണ്. ഉദാഹരണമായി നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറിനെ വളരെ ഇഷ്ടമായിരിക്കാം. എന്നാൽ ഒരു പ്രത്യേക കാര്യത്തോട് വിയോജിപ്പ് അല്ലെങ്കിൽ ദേഷ്യം അനുഭവപ്പെട്ടേക്കാം. ഇത് നിങ്ങളൊരു മോശമായ വ്യക്തിയായതുകൊണ്ടല്ല, മറിച്ച് ഒരു പ്രത്യേക നീഡ് മീറ്റ് ചെയ്യാത്തതുകൊണ്ടോ ബൗണ്ടറി സെറ്റ് ചെയ്യാത്തതുകൊണ്ടോ ആയിരിക്കാം. EFT ടാപ്പിംഗിൽ ഈ വികാരങ്ങളെ അടിച്ചു താഴ്ത്തുകയല്ല, സപ്രസ് ചെയ്യുകയല്ല, മറിച്ച് ഈ വികാരങ്ങളിലൂടെ ടാപ്പ് ചെയ്ത് അവയുടെ കാഠിന്യം കുറച്ച് കൂടുതൽ ഹീലിംഗിലേക്കും വ്യക്തതയിലേക്കും ആഴമേറിയ സെൽഫ് റെസ്പെക്റ്റിലേക്കും നയിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കിയ പോലെ നമുക്കുണ്ടാകുന്ന നെഗറ്റീവ് ഇമോഷൻസ് അത് ഫിക്സ് ചെയ്യേണ്ട, പരിഹരിക്കപ്പെടേണ്ട ഒന്നല്ല, മറിച്ച് അവ സന്ദേശങ്ങളാണ്, നമ്മൾ തിരിച്ചറിയേണ്ടവ. ഫീലിംഗ്സ് വീൽ അവ
കണ്ടെത്തുവാനും മനസ്സിലാക്കുവാനും സഹായിക്കുന്നു. EFT ടാപ്പിംഗ് ഈ വികാരങ്ങളെ ഹീൽ ചെയ്യുവാൻ സഹായിക്കുന്നു. അവയെ പരിഹരിക്കാൻ ശ്രമിക്കാതെ സഹാനുഭൂതിയോടെ ഫീൽ ചെയ്തുകൊണ്ട് നീങ്ങുവാനുള്ള ഇടം നൽകിക്കൊണ്ട്. എത്രത്തോളം ആഴമേറിയ ബന്ധം ഞാൻ എൻ്റെ സ്വന്തം വൈകാരിക ലോകവുമായി സ്ഥാപിക്കുന്നുവോ അത്രയധികം കൃത്യതയുള്ളതും പവർഫുള്ളുമായിരിക്കും എൻ്റെ EFT ടാപ്പിംഗ്. അതുകൊണ്ട് നിങ്ങളിലേക്കുള്ള യാത്ര ഇന്ന് തന്നെ ആരംഭിക്കുവാൻ തീരുമാനമെടുക്കാം.